ചേർന്ന് നിൽക്കാതിരിക്കാനാവില്ലെന്നും പ്രകൃതി കലങ്ങി തെളിഞ്ഞ് നമ്മളിലേക്ക് തന്നെ വന്നു ചേരുമെന്നുമുള്ള അനുഭവപ്പെടുത്തലിൻ്റെ ആവിഷ്കാരമാണ് ആദി എന്ന നോവൽ ഭാഗം. അപ്പോൾ ഈ 3 പാഠഭാഗങ്ങളും പ്രകൃതിയോട് മനുഷ്യൻ എങ്ങനെയൊക്കെ ഒത്തിണങ്ങിച്ചേർന്ന് പോകണം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന യൂണിറ്റാണ്. നമുക്ക് യൂണിറ്റ് ഈ പാഠത്തിലേക്ക് വരുന്നതിന് മുമ്പിട്ട് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ പ്രഭാഷണത്തിലെ ചെറിയ ഒരു ഭാഗം പ്രവേശകമായി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം വിശകലനം ചെയ്തുകൊണ്ട് പാഠത്തിലേക്ക് പ്രവേശിക്കാം. കൂട്ടുകാരെ, അതിനു മുമ്പ് APJ അബ്ദുൽ കലാമിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അദ്ദേഹം 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചത്. ഭാരതത്തിൻ്റെ 11ാമത്തെ രാഷ്ട്രപതിയും പ്രഗത്ഭനായ മിസൈൽ സാങ്കേതിക വിദഗ്ധനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന കൃതിയിൽ നിന്നും എടുത്ത വരികളാണ് നമുക്ക് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത്. APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഏതൊരു ഇന്ത്യക്കാരനെയും പ്രചോദിപ്പിക്കുന്നവയാണ് അല്ലേ. അവ കുട്ടികളെ സ്വപ്നം കാണാൻ പ്രചോദിപ്പിച്ചു. യുവാക്കൾക്ക് ലക്ഷ്യബോധവും സ്ഥിരോത്സാഹവും നൽകി. രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇന്ത്യൻ ജനമനസ്സുകളെ ജ്വലിപ്പിക്കുകയായിരുന്നു. ഇന്ത്യയുടെ മഹത്തായ പൈതൃകവും സാംസ്കാരിക പാരമ്പര്യവും ശാസ്ത്രവും അവയിൽ തുടിച്ചു നിന്നു. അവയിലെ വാക്കുകൾ യുവ തലമുറയ്ക്കകമാനം വഴിതെളിച്ചുകൊണ്ട് പ്രകാശം ചൊരിഞ്ഞു. അഗ്നിച്ചിറകുകൾ, ജ്വലിക്കുന്ന മനസ്സുകൾ, ഇന്ത്യ മൈ ഡ്രീം, ഇന്ത്യ 2020 എന്നിവയാണ് പ്രധാന കൃതികൾ. നമുക്കറിയാം, അദ്ദേഹം ഒരു ജനകീയനായ രാഷ്ട്രപതിയായിരുന്നു. 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് നമ്മോട് വിട പറയുകയായിരുന്നു. ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങളിലെ ഒരു ഭാഗം ശ്രദ്ധിക്കുക. മലിനീകരണ മുക്തമായ ശുദ്ധവും ഹരിതാവുമായ ഒരു പരിസ്ഥിതി സാക്ഷാത്കരിക്കാൻ സുസ്ഥിര വികസനം പ്രാപ്തമാക്കുന്നു. ചുവടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട് അല്ലേ. വികസനത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾ എന്തായിരിക്കണം? പ്രഭാഷണ ഭാഗത്തെ മുൻനിർത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. അബ്ദുൽ കലാമിൻ്റെ അഭിപ്രായപ്രകാരം വികസന കാഴ്ചപ്പാട് കേവലം സാമ്പത്തിക വളർച്ചയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ, മാനുഷിക മൂല്യങ്ങൾ, സ്വയം പര്യാപ്തത, യുവാക്കളുടെ ശാക്തീകരണം എന്നിവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര സമീപനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ 2020 പുതിയ സഹസ്രാബ്ദത്തിലേക്കുള്ള ഒരു ദർശനം, അതായത് ഇന്ത്യ 2020 എ വിഷൻ ഫോർ ദി ന്യൂ മില്ലേനിയം എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ വികസനം അത് പരിസ്ഥിതി സൗഹാർദ്ദമായിരിക്കണം എന്നുള്ളതാണ്. വികസനം എന്നത് കേവലം സാമ്പത്തിക വളർച്ച മാത്രമല്ല, അത് പാരിസ്ഥിതികമായ നിലനിൽപ്പിനെ കോട്ടം തട്ടാത്ത രീതിയിലായിരിക്കണം. അതുപോലെ ദീർഘകാല വീക്ഷണവും വേണം. ഹ്രസ്വകാല ലാഭങ്ങൾക്കപ്പുറം ദീർഘകാല പ്രത്യാഘാതങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികളാണ് ശാസ്ത്രീയമായി നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. ശാസ്ത്ര സാങ്കേതികവിദ്യയുടെ ശരിയായ ഉപയോഗം, പരിസ്ഥിതി സൗഹാർദ്ദമായ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഊർജ്ജക്ഷമത, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ നൂതനവും ശാസ്ത്രീയവുമായ മാർഗങ്ങൾ അവലംബിക്കണം. മറ്റൊന്ന് സമഗ്രമായ സമീപനമാണ്. വികസനം എന്നത് സാമ്പത്തികം, സാമൂഹികം, പാരിസ്ഥിതികം എന്നീ 3 തലങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്ന ഒന്നായിരിക്കണം. ഒന്നിനെ പ്രാധാന്യം നൽകുമ്പോൾ മറ്റൊന്നിനെ അവഗണിക്കരുത്. മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും ആരോഗ്യകരമായ സഹവർത്തിത്വമാണ് ശാസ്ത്രീയമായ വികാസ കാഴ്ചപ്പാടിൻ്റെ കാതൽ എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞാൽ നമ്മുടെ വികസനം എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനും ഒക്കെ ഉള്ള ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വികസനമാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം നമ്മൾ സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വികസനമാണെങ്കിൽ സർവനാശത്തിലേക്കാണ് നമ്മെ നയിക്കുക.
കഴിഞ്ഞ വർഷം വയനാട്ടിലുണ്ടായ ആ പ്രകൃതി ദുരന്തം നമ്മളെ വേദനിപ്പിച്ചതാണ്. അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കരുത്. അതിനുള്ള ഒരു മുൻകരുതലായിരിക്കണം വികസനത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടത് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. കൂട്ടുകാരെ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് പഠിക്കാനുള്ള കഥയുടെ പേര് മണ്ണും മനുഷ്യനും എന്നതാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ ചെറുകഥയുടെ ഭീഷ്മാചാര്യർ എന്നറിയപ്പെടുന്ന ടി പത്മനാഭനാണ്. ടി പത്മനാഭനെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. മലയാളത്തിലെ ചെറുകഥാ ശാഖയ്ക്ക് വേണ്ടി മാത്രം സർഗജീവിതം ഒഴിഞ്ഞുവെച്ച ഒരേയൊരു എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. ആസ്വാദകൻ്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന വൈകാരിക അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ. ഒരു ഏകാന്ത പതികൻ്റെ വിഷാദഗീതങ്ങളാണ് അവ. മലയാള കഥയെ മനസ്സുകളിലേക്ക് കടത്തിവിട്ടതാണ് പത്മനാഭൻ വരുത്തിയ വലിയ വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം. മനുഷ്യ മനസ്സിലേക്ക് ചുഴിഞ്ഞിറങ്ങിയ കഥയെ കവിതയോടടുപ്പിച്ച സാഹിത്യകാരൻ എന്ന നിലയിലാണ് അനുവാചക ഹൃദയങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം. പ്രകാശം പരത്തുന്ന പെൺകുട്ടി, ഒരു കഥാകൃത്ത് കുരിശിൽ, എൻ്റെ ആദ്യത്തെ കഥകൾ, മകൻ സിംഗിൻ്റെ മരണം തുടങ്ങിയ 27ഓളം കഥാസമാഹാരങ്ങൾ ടി പത്മനാഭൻ്റേതായുണ്ട്. അദ്ദേഹം ഇന്നും മലയാള കഥാരംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ്. കൂട്ടുകാർ, അദ്ദേഹത്തിൻ്റെ കഥകൾ എടുത്തു വായിക്കണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. കൂട്ടുകാരെ, നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് മണ്ണും മനുഷ്യനും. മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു. പതിവ് പോലെ എൻ്റെ മടിയിൽ പഴയ ഒരു കവിതാ പുസ്തകമുണ്ടായിരുന്നു. പുസ്തകമുണ്ടായിരുന്നുവെങ്കിലും ഞാനത് വായിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ശീലത്തിന് അതെടുത്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ. വായിച്ച് എല്ലാം മനഃപ്പാഠമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി, അദ്ദേഹത്തിൻ്റെ വരികൾ മനസ്സിൽ മുറുകിയ ഒരു കമ്പി ആരോ പതുക്കെ മീട്ടുന്നത് പോലെ ഞാൻ മൂളുന്നുണ്ടായിരുന്നു. ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. വീണ്ടും വീണ്ടും എൻ്റെ കവിയുടെ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. കൂട്ടുകാരെ, നമ്മളിവിടെ കാണുന്നത് അല്ലേ, ഇതിലെ കഥാനായകൻ അദ്ദേഹം ഇങ്ങനെ മായാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിലും മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വേറുന്ന സമയത്ത് അദ്ദേഹം പതിവ് പോലെ മടിയിൽ, സന്ധ്യാനേരമാണ് അല്ലേ, പതിവ് പോലെ മടിയിലൊരു പുസ്തകവുമായി, കവിതാ പുസ്തകവുമായി ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കവി അദ്ദേഹത്തിനാരായിരുന്നു? കുമാരനാശാനായിരുന്നു. കുമാരനാശാൻ്റെ പൂക്കാലം എന്ന കവിതയിലുള്ള വരികളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു കൊണ്ടത് അല്ലേ. അപ്പോൾ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. വീണ്ടും വീണ്ടും എൻ്റെ കവിയുടെ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. പൂക്കുന്നിതാ മുല്ല പൂക്കുന്ന ശോകം, പൂക്കുന്നു തെന്മാവ് പൂക്കുന്നിലഞ്ഞി. അപ്പോൾ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ്. പരിസരം അത്രയ്ക്കും മനോഹരമായി അദ്ദേഹം തോന്നി. പൂക്കുന്നിതാ മുല്ല പൂക്കുകയാണ്, പൂക്കുന്ന അശോകമരം, പൂക്കുന്നു തേന്മാവ്, പൂക്കുന്നിലഞ്ഞി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പൂക്കാലം പോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ആ പ്രകൃതി അനുഭവിക്കുകയാണ്. അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുകയായിരുന്നു. അപ്പോൾ സന്ധ്യാ സമയമാണ്. ആ വെളിച്ചം പൂർണ്ണമായും മറയാൻ പോവുകയാണ്. എങ്കിലും അപ്പോഴും എൻ്റെ പറമ്പിൻ്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും എനിക്ക് കാണാമായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ്. ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു. എനിക്ക് തൃപ്തിയായി. കുണ്ടും കുഴിയൊന്നുമില്ലാത്ത സമനിരപ്പായ സ്ഥലം. ഭാഗത്ത് പ്രയോഗങ്ങളുണ്ട് അല്ലേ. മറയാൻ പോകുന്ന സൂര്യൻ, അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോകുന്നു. ഇത്തരം പ്രയോഗങ്ങൾക്ക് ഈ കഥയിൽ വലിയൊരു സ്ഥാനമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് അവസാനം കിട്ടും. അതുകൊണ്ട് ആ സമയത്ത് അത് പറയാം കേട്ടോ. കൂട്ടുകാരെ, ഈ കഥയിലേക്ക് വരിക, നമുക്ക് കൊണ്ടും വായിക്കാം. ഇഹമേ നിവൃതപ്രശാന്തം ഈ യുരഗാഹന്ത സർഗസുന്ദരം. മറ്റൊരു കവിത വരികളാണ് നമ്മളിവിടെ കേട്ടത്. അപ്പോൾ ഇവിടെയും വരികളുടെ ആശയം എന്ന് പറയുന്നത്, ഇവിടെ എനിക്ക് ശാന്തവും ഒതുങ്ങിയതുമായ ഒരു ജീവിതം ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ അദ്ദേഹം അല്ലേ, പൂക്കളം എന്ന കവിതയിലെ വരികൾ അദ്ദേഹം മനസ്സിലിങ്ങനെ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ആശാൻ്റെ കവിതകളുടെ വരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കാരണം അദ്ദേഹം വാങ്ങിയ സ്ഥലം അദ്ദേഹത്തിന് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, പ്രകൃതി സുന്ദരമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വരികൾ ഇങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കുക.
ഇവിടുത്തെ വലിയ ഒരു വീട്ടുകാരുടേതായിരുന്നു ഈ സ്ഥലമൊക്കെ. ഭൂമി വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. എന്നിട്ടും എൻ്റെ ആവശ്യം കേട്ടപ്പോൾ അവർ വിസമ്മതമൊന്നും കാട്ടിയില്ല, വലിയ കാശും വാങ്ങിയില്ല. അങ്ങനെ ഇവിടുത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരനായി ഞാൻ. മെയിൻ റോഡിൽ നിന്ന് 10 മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താം. നഗരത്തിൻ്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല, തികച്ചും ശാന്തം. ഇതായിരുന്നു ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന കാരണം. എനിക്ക് ശേഷം വേറെയും ആൾക്കാർ വന്നു. ചെറുതും വലുതുമായി വീടുകൾ ഇവിടെ പൊന്തി. പക്ഷേ എന്നെ ഏറ്റവും അമ്പരപ്പിച്ചത് എൻ്റെ അയൽപ്പക്കത്തെ വീടായിരുന്നു. അതൊരു വീടായിരുന്നില്ല, വലിയ ഒരു ബംഗ്ലാവ്, അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെയായിരുന്നു. എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ. വീട് വയ്ക്കുന്ന ആളെക്കുറിച്ച് പറയുമ്പോൾ ആർക്കും അദ്ദേഹത്തെക്കുറിച്ച് അധികമൊന്നും അറിയുമായിരുന്നില്ല. ആകെ അറിഞ്ഞത് ഇത്രമാത്രമായിരുന്നു: അകലെ എവിടെയോ ഉള്ള ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കി. ഇപ്പോൾ 1-ലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ്സുണ്ട്. ഭാര്യ നേരത്തെ മരിച്ചുപോയി. മക്കൾ 2 പേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു. പേര് ഒരു KU നായർ. അത് ഉണ്ണികൃഷ്ണനാകാം, ഉമാനാഥനാകാം, ഉണ്ണീരിക്കുട്ടിയാകാം. തിട്ടമായി ആർക്കും അറിയില്ല. അദ്ദേഹം വീട് വെച്ചതിനെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. കണ്ണടച്ചു തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത്. അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിത് കൊടുത്തതുപോലെ ഭൂതത്തിനൊരു രാവ് മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഏതാനും ആഴ്ചകൾ വേണ്ടി വന്നു. എൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ഭൂതങ്ങൾക്ക് പകരം എഞ്ചിനീയർമാർ, ഓവർസിയർമാർ, ജോലിക്കാർ, യന്ത്രങ്ങൾ. എന്തൊരു ഘോഷമായിരുന്നു! എന്നിട്ട് ഇങ്ങനെ ഒരു വീട് ഇവിടെ എടുത്തിട്ട് കൊല്ലത്തിൽ എത്ര ദിവസമാണ് അദ്ദേഹം? 1-2 ആഴ്ചകൾ. അമേരിക്കയിലെ മക്കൾ ഇവിടെ വന്നു താമസിക്കുന്നത് ആരും കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ അദ്ദേഹം താമസിക്കാൻ വന്നപ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്ന് ഒരു ബട്ട്ലറും വന്നു. കൂട്ടുകാരെ, ആരെയും ബട്ട്ലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ. ബട്ട്ലർ എന്താണ്? നമ്മളെ ഈ വീട്ടിലെ വേലക്കാരിക്ക് പകരം പുരുഷ വേലക്കാരനാണ് ബട്ട്ലർ എന്ന് പറയുന്നത്. ഭക്ഷണ വീട്ടിൽ പാചകം ചെയ്ത് അത് എല്ലാവർക്കും എത്തിക്കുക, അങ്ങനെയുള്ള മേൽതോട്ടം വഹിക്കുന്ന ആളെയും കൂടി നമ്മളങ്ങനെ പറയാറുണ്ട്. അപ്പോൾ വലിയൊരു മുന്തിയ ഹോട്ടലിൽ നിന്നാണ് അങ്ങനെയുള്ള ആളെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക ബാക്കി. മഞ്ഞ് വീഴാൻ തുടങ്ങുന്നതിന് മുമ്പായി ഞാൻ എഴുന്നേറ്റു വീട്ടിലേക്ക് പോയി. കഥാനായകൻ അവിടെ നിന്ന് നേരത്തെ ഇങ്ങനെ ഇരുന്ന് കവിത ഒക്കെ ചൊല്ലി അപ്പോൾ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചു. ഇപ്പോൾ വീട്ടിലേക്ക് പോയി. അതാണ് ഇവിടെ പറയുന്നത്. രാത്രി ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരുന്നില്ല. ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാതെ എൻ്റെ ചങ്ങാതി കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിലെ ഊത്തുക്കോട്ടയിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന മേത്തരം ബാപ്പട്ല അരിയുണ്ട്. അരിയുടെ പേരാണ് ബാപ്പട്ല. മിനിറ്റുകൾ കൊണ്ട് അരി വെന്ത് ഒന്നാന്തരം ചോറാകും. പിന്നെ മഞ്ചേരിയിൽ നിന്ന് മേനോൻ അയച്ചു തന്ന ഒന്നാന്തരം കടുമാങ്ങ. ഉച്ചയ്ക്ക് ഞാൻ തന്നെ വെച്ച ചെറുപയർ പുഴുക്ക് ഒന്നു ചൂടാക്കി കൂടി ചെയ്തു. ഡിന്നർ റെഡി. ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ ഒരലട്ടലുമില്ലായിരുന്നു. അതുകൊണ്ട് സുഖനിദ്ര, ചത്ത പോലെ ഉറങ്ങി എന്നൊക്കെ പറയാറില്ലേ, അതുതന്നെ. എന്താണ് ഈ മനസ്സിൽ അലട്ടലില്ലാത്തത്? വേറെ ചിന്തയൊന്നുമില്ലല്ലോ. സമാധാനം അന്തരീക്ഷമാണ്. ഇതൊക്കെയാണ്. പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം നടക്കാൻ പോയി. എന്നുമെന്ന പോലെ ഇടവഴികളിലൂടെ തന്നെയാണ് നടന്നത്. മണ്ണും പൊടിയും ചെളിയുമൊക്കെ ചവിട്ടി മാറ്റി ഏതോ ഒരു അത്യാവശ്യ കാര്യം നിർവഹിക്കുന്ന സന്തോഷത്തോടെ ധൃതിയിൽ. സൂര്യൻ ഉദിച്ചുവരുന്നതിന് മുമ്പായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ഞാൻ കണ്ടു, അദ്ദേഹം ബംഗ്ലാവിൻ്റെ ഗേറ്റിനരികിൽ നിൽക്കുന്നു. ഞാൻ നേരെ നോക്കി. നമ്മളെ വീട്ടിൻ്റെ ഉടമയുണ്ടല്ലോ നേരത്തെ പറഞ്ഞത്, അദ്ദേഹം കുശലം ഭാവിക്കുകയും, അപ്പോൾ അതെന്താ ചെയ്തത്? കുശലം ബാധിക്കുക വെച്ചാൽ നമ്മളെ ക്ഷേമം അന്വേഷിക്കുന്നത് പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹം ഗേറ്റിനിരിക്കുന്നു. ഞാൻ നേരെ നോക്കി. അദ്ദേഹം കുശലം ഭാവിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് സത്യത്തിൽ അപ്പോൾ എന്തെന്നില്ലാത്ത അമ്പരപ്പാണ് ഉണ്ടായത്. ഒരു അമ്പരപ്പ്. എന്താ കാരണം? അദ്ദേഹം പഴയ ആളെ ആയിരുന്നില്ല. പഴയ ആളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു. കണ്ണുകൾ കുഴിയിലേക്ക് പോയി വിളറി ഒരു പ്രേതത്തെ പോലെ ആകെ ശാരീരികമായി തളർന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആദ്യം അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒരിക്കലും അങ്ങനെയുള്ള ഒരാളായിരുന്നില്ലല്ലോ. ഈ ബംഗ്ലാവ് കെട്ടുമ്പോഴും ഈ അടുത്ത കാലം വരെയും തന്നെ ഇതുമാത്രം ഊർജ്ജസ്വലനായിരുന്നു. അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ പെട്ടെന്ന് സൗകര്യത്തോടെ ബംഗ്ലാവിൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. ആരുമായും അടുത്തിടപഴകുന്ന ആളല്ല എന്നത് ശരി തന്നെ. എന്നാലും എന്നോട് അങ്ങനെയായിരുന്നില്ലല്ലോ. എന്തോ എന്നോട് ഒരു മമത, ഒരു സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
ഈ വിശ്വാസത്തിൻ്റെ ബലത്തിന്മേലാണല്ലോ ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമാകില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതും. ഉദാഹരണത്തിന് ഇങ്ങനെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുഴുവൻ അദ്ദേഹം മുറിച്ചു നീക്കിയപ്പോൾ ആദ്യം മരങ്ങൾ മുറിച്ചത് ബംഗ്ലാവ് വെക്കേണ്ടതിനായിരുന്നു. ഇത് ആവശ്യം തന്നെ അല്ലേ, അതാവശ്യമാണ്. പിന്നീട് ബംഗ്ലാവിൻ്റെ മുൻപിലെ മരങ്ങളൊഴിഞ്ഞ സ്ഥലം മുഴുവൻ അദ്ദേഹം ഇൻ്റർലോക്കിംഗ് ടൈലുകൾ പതിച്ചു. എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല. പല നിറങ്ങളിലുമുള്ള ടൈൽസ് മാത്രം. ഏറെ കാശു ചിലവായിട്ടുണ്ടാകുമെന്ന് തീർച്ച. പക്ഷേ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഈ ടൈൽസൊക്കെ കിളച്ചു മാറ്റി അവിടെ മുഴുവൻ വെളുത്ത വില കൂടിയ മാർബിൾ വിരിച്ചു. കണ്ടവരൊക്കെ അന്തം വിട്ടു നിന്നെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായിരുന്നു. ഇവിടെ വരുന്നവർക്കാക്കും എന്താണ്, മണ്ണിലോ അല്ലെങ്കിൽ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേടാകുന്നില്ലല്ലോ. ബംഗ്ലാവിൻ്റെ പുറകിൽ കൂറ്റൻ മരങ്ങളും അധികം കാലം അവിടെ നിന്നില്ല. അപ്പോൾ ഇതാ മരങ്ങളും അല്ലേ എല്ലാം മുറിച്ച് മാറ്റി, അതുപോലെ തന്നെ ടൈൽസുകൾ മാറ്റി മാർബിൾ വെച്ചു. ഇതൊക്കെ പണത്തിൻ്റെ ഒരു ധാരാളിത്തമാണ് അല്ലേ. പണം അധികം ഉണ്ടാകുമ്പോൾ എന്താ വേണ്ടി ചെയ്യില്ല മനുഷ്യന്മാർക്ക്. അത് അങ്ങനെയുള്ള കളിയാണിത് അല്ലേ. അപ്പോൾ മണ്ണ് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വൃത്തികേടായിട്ട് കാണേണ്ട കാര്യമല്ലല്ലോ അല്ലേ. മണ്ണിലാണ് നമ്മൾ ഉണ്ടായതെന്നാണ് പറയുന്നത്. ഇപ്പോൾ മണ്ണുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബംഗ്ലാവിൻ്റെ പുറകിലെ കൂറ്റൻ മരങ്ങളും അധികകാലം അവിടെ നിന്നില്ല. ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു പോയത് മുഷിയരുത്. ആദ്യം പറഞ്ഞു മുഷിയരുത്, പറയുന്നത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം. നിങ്ങൾ ലോകം കണ്ട ആളാണ്, വിവരമുള്ള ആളാണ്. അദ്ദേഹം ചോദിച്ചു എന്തേ? ഞാൻ പറഞ്ഞു ഈ മരങ്ങൾ അതിവിടെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. വേണ്ട, എനിക്കെപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും വേണം. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി. വേണ്ട. പിന്നീട് ഞാനൊന്നും പറയാൻ പോയില്ല അല്ലേ. നോക്കേ, നിങ്ങൾ ഈ മരങ്ങളൊക്കെ തണലാണെന്നുള്ള ചിന്ത അദ്ദേഹത്തിനില്ല അല്ലേ. എന്താണ്, ഇലകൾ വീഴുന്നത് ഒരു വൃത്തികേടായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. എങ്കിലും എപ്പോഴും അവിടെ ഒരു മരം ബാക്കി നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴും അവിടെ ഒരു മരം ബാക്കി നിൽപ്പുണ്ടായിരുന്നു. വീട്ടിലെ കാർ ഷെഡിന് സമീപത്തെ കൂറ്റൻ ചെമ്പകമരം അല്ലേ, മനോഹരമായിട്ടുള്ള പൂക്കളുള്ള, ഒരു സ്വർണ്ണത്തിൻ്റെ നിറമുള്ള പൂക്കളുള്ള, നല്ല സുഗന്ധം പരത്തുന്ന ഒരു മരമാണ് ചെമ്പകപ്പൂ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെയുള്ള പൂവാണത്. പണ്ട് ആരോ നട്ട ഈ മരം കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു. ആകാശത്തിലേക്ക് ഉയർന്ന് പടർന്നു പന്തലിച്ചേറെ പ്രൗഢിയോടെ അല്ലേ അത് അവിടെ നിന്നു. സീസൺ ആയാൽ അത് മുഴുവൻ പൊൻനിറമുള്ള പൂക്കളായിരുന്നു. മനസ്സിനേറെ മതിപ്പിക്കുന്ന ഒരു സുഗന്ധം അത് അവിടെ മുഴുവൻ പ്രസരിപ്പിക്കുകയും ചെയ്തു. എത്ര തവണ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ അവിടെ നിന്നിട്ടില്ല. ഒരുപാട് സമയം ഞാൻ നിന്നിട്ടുണ്ട്. ആ മരമാണ് ഒരു ദിവസം മുകളിലത്തെ ശിഖരം മാത്രം നിലനിർത്തി ബാക്കി എല്ലാ ശാഖകളും അറുത്തിട്ടിരിക്കുന്നു. കുറേ നേരത്തേക്കൊന്നും പറയാൻ കഴിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നു. എൻ്റെ നിൽപ്പ് കണ്ടപ്പോഴുണ്ടായ വല്ലായ്മ കൊണ്ടായിരിക്കണം. അദ്ദേഹം ജാള്യതയോടെ പറഞ്ഞു. ജാള്യത ഒരു പരുങ്ങലോടെ പറയുകയാണല്ലേ. ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു. നോക്കണേ അദ്ദേഹത്തിൻ്റെ ചിന്ത അല്ലേ. ഇലകളും പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ട് വൃത്തികേടാകുകയാണല്ലേ. പൂക്കളൊക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണല്ലോ അല്ലേ. ഇദ്ദേഹത്തിന് എന്താ തോന്നുന്നത്, അതൊക്കെ വൃത്തികേടായിട്ടാണ് തോന്നുന്നത്. എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടി ഇടാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അല്ലേ. ഇപ്പോൾ ആ ശിഖരങ്ങളൊക്കെ മാത്രം മുറിച്ച് മാറ്റിയിട്ടുള്ളൂ. നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് ഞാൻ മനസ്സുകൊണ്ടപ്പോൾ ചോദിച്ചു പോയി അല്ലേ. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് ഞാൻ ചോദിച്ചു പോയത് അല്ലേ. അത്ര പ്രകൃതിയോടുള്ള ഈ ക്രൂരത കണ്ടിട്ടാണ് അല്ലേ. അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ താമസമാക്കിയതിൻ്റെ ആദ്യ നാളുകളിലൊന്നിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ആദ്യകാലത്ത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിരുന്നു അദ്ദേഹം. സ്വീകരണമുറിയിലും കിടപ്പുമുറികളിലും ഒഴിക്കാത്തൊരു കുളിമുറിയിലും പലമാതിരി പുസ്തകങ്ങൾ അട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ അത്ഭുതത്തോട് ചോദിച്ചു, ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ? ഞാൻ ചിരിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു, നിങ്ങളൊരു പുസ്തകപ്രിയനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ മതിലിനരികിൽ ഒരു കസാലയും ഇട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കുകയാണല്ലോ. മടിയിലൊരു പുസ്തകം ഉണ്ടാകും. എന്താണ് ഇത്ര ശ്രദ്ധിച്ചു? പടിഞ്ഞാറോട്ട് തന്നെ നോക്കി. ഞാൻ പറഞ്ഞു, ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത്? ഞാനൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തു പറഞ്ഞാലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുക? ക്ഷീണിതനായ അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ വിധം ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയി അല്ലേ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് കണ്ടപ്പോഴുണ്ടാകുന്ന കാര്യമാണ്. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കെയർ ടേക്കർ വന്ന് വളരെ ഭവ്യതയോടെ പറഞ്ഞത്, പരിചാരം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സാറിനെ ഒന്ന് കാണണമെന്നുണ്ട്. എപ്പോഴാണ് സൗകര്യപ്പെടുക? ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം.
ഞാൻ ബംഗ്ലാവിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരണ മുറിയിൽ ചിന്താധീനനായിരിക്കുകയല്ലേ, ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നെ കണ്ടപാടെ എൻ്റെ കൈ പിടിച്ച് സോഫയിൽ ഇരുത്തി. ക്ഷീണിതനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ പിടുത്തത്തിനു നല്ല ബലമുണ്ടായിരുന്നു അല്ലേ. എൻ്റെ കൈ പിടിച്ചപ്പോൾ നല്ല ശക്തിയിലായിരുന്നു പിടിച്ചത്. അല്പനേരം മൗനിയായതിനു ശേഷം അദ്ദേഹം എങ്ങോട്ടോ നോക്കി പതുക്കെ പറയാൻ തുടങ്ങി. കുറേ നാളുകളായി ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട്. ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി. ഇല്ലെങ്കിൽ അവളോട് പറയാമായിരുന്നു. പിന്നെ എനിക്ക് പറയാൻ ഇവിടെ ആരുമില്ല. ആളുകളുമായി അടുത്തിടപെടുന്ന ഒരു സ്വഭാവക്കാരനമല്ല ഞാൻ. പക്ഷെ എന്തുകൊണ്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങളിൽ ഒരു വിശ്വാസം തോന്നിയിരുന്നു. എന്നിട്ടും നിങ്ങളുമായും വളരെയൊന്നും അടുത്തിടപെട്ടിട്ടില്ല. എന്തോ എൻ്റെ സ്വഭാവം അങ്ങനെയായിപ്പോയി. നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ, വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവനാണ് ഞാൻ. വിദ്യാഭ്യാസവും കുറവാണ്. എങ്കിലും കഠിനാധ്വാനത്തിൽ ഞാൻ കുറച്ചു കാശുണ്ടാക്കി. കുറച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല. ഒന്നിലധികം രാജ്യങ്ങളിൽ എനിക്ക് സ്വന്തമായ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഇപ്പോഴും വളരെ നല്ല നിലയിൽ നടക്കുന്നു. അതിപ്പോഴും വളരെ നല്ല നിലയിൽ നടക്കുന്നുണ്ട്. എനിക്ക് കിട്ടാൻ കഴിയാത്ത വിദ്യാഭ്യാസം എൻ്റെ 2 മക്കൾക്കും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവർ ഇവിടെ പഠിച്ചത് ലൗഡേരിയിലാണ്, ഒരു ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. പണത്തിൻ്റെ ഒരു കുറവും ഞാൻ അവർക്ക് വരുത്തിയിട്ടില്ല. ഇപ്പോൾ അവർ പഠിക്കുന്നത് ഒരുത്തൻ MITയിൽ, മറ്റവൻ ഹാർവേഡിലും. രണ്ടാളും പഠിക്കാൻ വളരെ മിടുക്കരാണ്. എനിക്കിവിടെ വേറെയും വീടുകളുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതാണ്. വയസ്സായാൽ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഇവിടെ വന്ന് എൻ്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ കൂടി സന്തോഷത്തോടെ കാര്യമായ ഒരു ജോലിയും ചെയ്യാതെ ജീവിക്കാം. ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം. എൻ്റെ സ്വപ്നവും ഇതായിരുന്നു. ഞാനങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരുവനായിരുന്നില്ല. ജീവിതത്തിൽ എനിക്ക് മോഹങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. മോഹങ്ങൾ മാത്രം. പക്ഷേ ഇപ്പോൾ മോഹങ്ങൾ എന്താണ്? ഉയർന്ന നിലയിലെത്താൻ, സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കുക, സമ്പന്നനാകുക, ഇതൊക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ. അദ്ദേഹം പറയുന്നത് നിർത്തി ഏങ്ങലടിക്കാൻ തുടങ്ങി. എനിക്കൊന്നും മനസ്സിലായില്ല. അല്പം നേരത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു. ഇപ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്. മക്കൾ എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. എന്താണ്? ഞങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് മടങ്ങേണ്ടുന്ന ഉദ്ദേശ്യമില്ല. ഇവിടെ നല്ല ജോലിക്കുള്ള സാധ്യതയുണ്ട്. അച്ഛൻ ഇനി കണ്ടോ, നിങ്ങൾ കുട്ടികൾ അവരുടെ സ്വഭാവം കണ്ടില്ല. നിങ്ങൾ അച്ഛനോട് പോലും ചോദിക്കാതെ വിദേശത്ത് നിന്നൊരു വിവാഹം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ മക്കളുടെ ഒരു മാനസികാവസ്ഥ അവരെങ്ങനെയാണ് പോകുന്നതെന്നൊക്കെയുള്ളൊരു ഉദ്ദേശം നമുക്ക് കാണുന്നുണ്ട്. അച്ഛനോട് സ്നേഹമില്ല എന്നുള്ള ഒരു സൂചന അവിടെ ഉണ്ട്. അച്ഛനോട് ബഹുമാനമില്ല. ഇതൊക്കെ അങ്ങനെയാണ് കുട്ടികൾ വളർന്നത്. നോക്കാം, അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി. അദ്ദേഹത്തൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടല്ലോ. എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നു. രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം നന്നായിട്ട് ഉറങ്ങിയ ആൾ ഇന്ന് മറ്റൊരാളുടെ പ്രയാസം അദ്ദേഹം മനസ്സിനെ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയപ്പോൾ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് ഇയാൾ പറയുകയാണ്, കഥാനായകൻ. അദ്ദേഹവുമായി നീണ്ടകാലത്തെ പരിചയമൊന്നുമില്ലായിരുന്നെങ്കിലും ഓർമ്മിക്കാനായി എനിക്ക് പലതും ഉണ്ടായിരുന്നു. ആ ഓർമ്മകളിലൂടെയൊക്കെ രാവിലത്തെ പതിവ് നടത്തവും കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ബംഗ്ലാവിൻ്റെ ഗേറ്റ് മലക്കെ തുറന്നിട്ടിരിക്കുന്നതാണ് കണ്ടത്. സാധാരണയായി എപ്പോഴും അത് അടച്ചിടാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാനവിടെ സംശയിച്ചിരുന്നപ്പോൾ കെയർടേക്കർ വന്നു. അയാളുടെ മുഖത്ത് പതിവില്ലാത്ത പരിഭ്രമം ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, രാത്രി അദ്ദേഹം പോയി. പെട്ടെന്നെടുത്ത തീരുമാനമാണെന്നാണ് തോന്നുന്നത്. എങ്ങോട്ടേക്കാണെന്നോ ഇനി എപ്പോഴാണ് വരികയെന്നോ ഒന്നും പറഞ്ഞില്ല. സാധാരണയായി പറയുമായിരുന്നു. നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? നിങ്ങൾ എന്തെങ്കിലും അറിയുമോ? ഒന്നും പറയാൻ കഴിയാതെ ഞാൻ നിന്നു. എനിക്കും ഒന്നും അറിയുകയില്ലല്ലോ. കൂട്ടുകാരെ, കഥ കേട്ടല്ലോ എല്ലാവരും? അപ്പോൾ പാഠം 1-2 പ്രാവശ്യം നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ചോദ്യം വന്നാലും നമുക്ക് ഇത്രയും എഴുതാൻ കഴിയണം. അതുമാത്രമല്ല, നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന ചില മൂല്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പ്രകൃതിയോട് ചെയ്യേണ്ടത്. നമ്മൾ അതുപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ട ചില നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കഥയിൽ നിന്ന് നമുക്ക് നേടുന്ന ചില നല്ല അനുഭവങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ നേരത്തെ ഇതിൽ കുറച്ച് പഠന പ്രവർത്തനം ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം. എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ. ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അപ്പോൾ എത്ര വലിയ വീട് വേണമെന്നത് നമ്മൾ ആ വ്യക്തിയുടെ സാമ്പത്തിക നിലയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഈ ഒരു കാഴ്ചപ്പാട് ഒരു പരിധിവരെ ശരിയാണെങ്കിലും ഒരു വ്യക്തിക്കും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഈ സ്വാതന്ത്ര്യം സാമൂഹ്യവും പാരിസ്ഥിതികവുമായ ചില ഉത്തരവാദിത്തങ്ങളെ ഹനിക്കുന്നതാകരുത്.
ഒരു വീടിൻ്റെ വലിപ്പം അത് അമിതമാകുമ്പോൾ അത് പലപ്പോഴും അനാവശ്യമായ വിഭവ ചൂഷണത്തിലേക്കും പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റത്തിലേക്കും നയിച്ചേക്കാം. വലിയ വീടുകൾ നിർമ്മിക്കാനും പരിപാലിക്കാനും കൂടുതൽ ഊർജവും പ്രകൃതി വിഭവങ്ങളും ആവശ്യമായി വരും. ഇത് പരിസ്ഥിതിക്ക് ദോഷകരമായേക്കാം. കഥയിലെ അയൽക്കാരൻ്റെ വലിയ ബംഗ്ലാവ് ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് അല്ലേ. അദ്ദേഹം മരങ്ങൾ മുറിച്ചു മാറ്റുകയും മുറ്റം മുഴുവൻ ടൈലുകളും മാർബിളുകളും പാകി മണ്ണിനെ പൂർണ്ണമായും മയക്കുകയും ചെയ്തു. ഇത് പ്രകൃതിയോടുള്ള ഒരുതരം ക്രൂരതയായി മാറുന്നു. അതുകൊണ്ട് വീടിൻ്റെ വലുപ്പം തീരുമാനിക്കാനുള്ള വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെ മാനിക്കുമ്പോൾ തന്നെ അത് പ്രകൃതിയോടും സമൂഹത്തോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മറന്നുകൊണ്ട് ആകരുത്. മിതത്വവും പാരിസ്ഥിതിക അവബോധവും ഏതു തീരുമാനങ്ങളിലും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം നോക്കുക. മായാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു. അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോവുകയായിരുന്നു. കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ? അഭിപ്രായം സമർത്ഥിക്കുക. നമ്മൾ ആദ്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ ഒരു ചോദ്യത്തിന് സാധ്യതയുണ്ടെന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ കഥയുടെ തുടക്കത്തിലെ വാക്യങ്ങളിലെ കഥാന്ത്യത്തെക്കുറിച്ചുള്ള പരോക്ഷമായ സൂചന ഉണ്ടെന്നുള്ളതാണ്. അതാണെന്ത്? മറയുന്ന സൂര്യൻ, അതുപോലെ തന്നെ അന്തിവെളിച്ചം. ഇത് ഒരു കാലഘട്ടം അവസാനിക്കുന്നതിൻ്റെയും മറ്റൊന്ന് തുടങ്ങുന്നതിൻ്റെയും സൂചന നൽകുന്നു. പഴയ തലമുറയുടെ പ്രകൃതിയുള്ള കാഴ്ചപ്പാടുകൾ മറഞ്ഞു പോവുകയും പുതിയ തലമുറയുടെ വ്യത്യസ്തമായ രീതികൾ വരികയും ചെയ്യുന്നതിന് ഇത് പ്രതീകാത്മകമായി കാണുന്നുണ്ട്. പിന്നെ നമ്മൾ മഞ്ഞയും ചുവപ്പും എന്ന പ്രയോഗമുണ്ട് അല്ലേ. അസ്തമയ സൂര്യൻ്റെ നിറങ്ങൾ മനോഹരമാണെങ്കിലും അത് പകൽ അവസാനിക്കുന്നതിൻ്റെ സൂചനയാണ്. കഥാനായകൻ പരിചയപ്പെടുത്തുന്ന വാർദ്ധക്യകാല ജീവിതം സ്വപ്നം കണ്ട കഥാപാത്രത്തിന് സംഭവിക്കുന്ന ഒരു ദുരന്തത്തെയാണ് ഇത് സൂചിപ്പിക്കുക. ഈ പ്രയോഗത്തിന് കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ചോദ്യത്തിന് നമുക്ക് കുറച്ചും കൂടി വികസിപ്പിച്ചിട്ട് ഉത്തരം എഴുതാം. മൂന്നാമത്തെ ചോദ്യമാണ്, എവിടെ നോക്കിയാലും ഒരുതിരി മണ്ണ് പോലും കാണാൻ കഴിയില്ല. പല നിറത്തിലുള്ള ടൈൽസ് മാത്രം. ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാവുന്നു. എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടി ഇടാമായിരുന്നില്ലേ? കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിത അവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടു എന്ന് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. കഥാസന്ദർഭങ്ങൾ മലയാളികളുടെ ജീവിതാവസ്ഥയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ മണ്ണിൽ നിന്നുള്ള അകർച്ചയാണ് അല്ലേ. ഇന്ന് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പോലും മുറ്റം മുഴുവൻ ടൈൽസ് പാകുന്നതും അതുപോലെ തന്നെ ഇൻ്റർലോക്ക് ചെയ്യുന്നതും സാധാരണമാണ്. മണ്ണിനെയും ചെടികളെയും ഒഴിവാക്കി വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാനുള്ള പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഇവിടെ വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള വൃത്തിയാക്കലാണല്ലേ എന്താണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. മരത്തിൽ നിന്ന് വീഴുന്ന ഓരോ ഇലയും പലർക്കും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. മണ്ണിൻ്റെ ജൈവികതയെ തടയുന്ന പ്രവൃത്തിയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവനവൻ്റെ മാത്രം സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി പ്രകൃതിയെ നിരന്തരം ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ് വളർന്നു വരുന്നത്. അതിനിടയിലും പ്രകൃതിയെ ചേർത്ത് പിടിക്കാനുള്ള പരിശ്രമങ്ങളും പ്രകൃതി നശീകരണത്തോടുള്ള പ്രതിഷേധങ്ങളും സമൂഹത്തിൽ വളരുന്നുണ്ട് എന്നത് നമുക്ക് പ്രത്യാശ നൽകുന്ന കാര്യമാണ്. അപ്പോൾ മറ്റൊരു ചോദ്യമാണ് എന്താണ്, ഞാനിവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു. എനിക്ക് തൃപ്തിയായി. മറ്റൊരു അല്ലേ അത് കഥാനായകൻ്റെ കഥ പറയുന്ന ആൾ പറഞ്ഞതാണ്. വേണ്ട, എനിക്ക് എപ്പോഴും നല്ല കാറും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ട് പരത്തി അല്ലേ. വേണ്ട സന്ദർഭങ്ങളിൽ രണ്ട് കഥാപാത്രങ്ങളെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണല്ലേ. മറ്റൊരു തരത്തിൽ ഈ ചോദ്യം ചോദിക്കാം. മണ്ണും മനുഷ്യനും എന്ന കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ കഥാനായകൻ്റെയും ബംഗ്ലാവ് ഉടമയുടെയും ജീവിത വീക്ഷണങ്ങൾ താരതമ്യം ചെയ്ത് കഥയുടെ സന്ദേശം വ്യക്തമാക്കാനും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ ഉത്തരങ്ങളൊക്കെ കൂട്ടി എഴുതാം ഇതിൻ്റെ കൂടെ അല്ലേ. പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും എന്ന കഥ പ്രകൃതിയോടും ജീവിതത്തോടുമുള്ള രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ പ്രതിനിധീകരിക്കുന്ന കഥാനായകൻ്റെയും ബംഗ്ലാവ് ഉടമയുടെയും ജീവിതം താരതമ്യം ചെയ്തുകൊണ്ട് ആധുനിക മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരിതെറ്റുകളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിപ്പിക്കുന്നു. ഒരാൾ പ്രകൃതിയോട് ഇണങ്ങി ലാളിത്യത്തിൽ സംതൃപ്തി കണ്ടെത്തുമ്പോൾ മറ്റൊരാൾ ഭൗതിക സമ്പത്തിൽ അഭിരമിക്കുകയും പ്രകൃതിയിൽ നിന്ന് അകലുകയും ചെയ്യുന്നു. ഈ വൈരുദ്ധ്യങ്ങളിലൂടെ യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് കഥ വ്യക്തമാക്കുന്നു.
കഥാനായകൻ്റെ ജീവിതം ലാളിത്യത്തിലും പ്രകൃതിയോടുള്ള സ്നേഹത്തിലും അധിഷ്ഠിതമാണ്. കൊച്ചിയിലെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ഒരു വലിയ കാട് പോലെയായിരുന്നു എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ഒരിടത്താണ് അദ്ദേഹം സമാധാനം കണ്ടെത്തുന്നത്. പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരാണ്. മരങ്ങളെ നോക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന് ആനന്ദം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ ഭക്ഷണം പോലും ജൈവപ്രകൃതിയിലൂടെ ലഭിക്കുന്ന ലളിതമായ വിഭവങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം ബാഹ്യമായ ആർഭാടങ്ങളിലല്ല, മറിച്ച് ആന്തരികമായ ശാന്തിയിലും പ്രകൃതിയോടുള്ള ലയത്തിലുമാണ്. യാതൊരുവിധ അലട്ടലുമില്ലാതെ ചത്ത പോലെ ഉറങ്ങാൻ അദ്ദേഹത്തിന് കഴിയുന്നത് ഈ മാനസിക സംതൃപ്തി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന് വിപരീതമാണ് അല്ലേ ബംഗ്ലാവ് ഉടമയുടെ ജീവിതം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അളവുകോൽ പണവും പ്രതാവുമാണ്. കൂറ്റൻ ബംഗ്ലാവും വില കൂടിയ മാർബിൾ വിരിച്ച മുറ്റവും ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണവും അദ്ദേഹത്തിൻ്റെ ഭൗതികമായ ഔന്നത്യം കാണിക്കുന്നു. എന്നാൽ ഈ ഭൗതികത അദ്ദേഹത്തെ പ്രകൃതിയിൽ നിന്ന് അകറ്റുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മണ്ണ് അദ്ദേഹത്തിന് അഴുക്കാണ്. മരങ്ങൾ ഇരുട്ടും വൃത്തികേടുമാണ്. പ്രകൃതിയെ നശിപ്പിക്കുന്നതിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ അടിത്തറ തന്നെയാണ് അദ്ദേഹം ഇല്ലാതാക്കുന്നതെന്ന് മനസ്സിലാക്കാം. അവസാനം തൻ്റെ സർവ്വസമ്പത്തിനും അർത്ഥം നൽകേണ്ടിയിരുന്ന മക്കൾ തന്നെ കൈയൊഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക സമ്പാദ്യങ്ങളെല്ലാം അർത്ഥശൂന്യമായിത്തീരുന്നു. അദ്ദേഹത്തിൻ്റെ കൊട്ടാരം സദൃശമായ വീട് ഒരു ശൂന്യമായ കെട്ടിടം മാത്രമായി അവശേഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രണ്ട് ജീവിതങ്ങളെയും താരതമ്യം ചെയ്യുന്നതിലൂടെ കഥ ശക്തമായ ഒരു സന്ദേശം നൽകുന്നു. യഥാർത്ഥ സന്തോഷവും ജീവിത സംതൃപ്തിയും ഭൗതിക സമ്പത്തിലോ ആർഭാടങ്ങളിലോ അല്ല, മറിച്ച് ലളിതമായ ജീവിതത്തിലും പ്രകൃതിയുമായുള്ള ആഴമായ ബന്ധത്തിലൂടെയുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അടുത്ത ചോദ്യമായ പ്രമേയം, ആഖ്യാരീതി, ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മറ്റ് ചോദ്യമായിട്ട് ബന്ധപ്പെട്ടു അതൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതിയാൽ തന്നെ ഈ കഥയുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നൽകാൻ കഴിയും. കൂട്ടുകാരെ, മറ്റൊരു ചോദ്യം, ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിൽ നൽകുന്ന സവിശേഷാർത്ഥം എന്ത് എന്നുള്ളതാണ് അല്ലേ. ഇത്തരം ശൈലികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി യാതൊരുവിധ അസ്വസ്ഥതകളോ ചിന്തകളോ ഇല്ലാതെ വളരെ ഗാഢമായും ശാന്തമായും ഉറങ്ങി എന്ന സവിശേഷാർത്ഥമാണ് സന്ദർഭത്തിൽ നൽകുന്നത്. കഥാകൃത്ത് അന്നത്തെ ദിവസം തൻ്റെ ഇഷ്ടാനുസരിച്ച് ജീവിച്ചു, ലളിതമായ ഭക്ഷണം കഴിച്ചു, മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലഭിച്ച ഉറക്കം തികച്ചും സ്വസ്ഥവും ആഴത്തിലുള്ളതുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെ കണ്ടെത്തുക, ഉത്തരം എഴുതുക. ആ ഒടുവിലത്തെ ചോദ്യം നോക്കുക. എത്ര തവണ ആ മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ നിന്നിട്ടില്ല. ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷ ചർച്ച ചെയ്യാനാണ് പറഞ്ഞത്. എന്താണത്? വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗം ഒരു സവിശേഷമായ അർത്ഥത്തിലാണ് നൽകുന്നത്. പ്രത്യക്ഷത്തിൽ നിന്നിട്ടില്ല എന്നത് ഒരു നിഷേധ രൂപമാണെങ്കിലും ഇവിടെ അത് വിപരീതമായ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് എത്രയോ തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കാത്ത ഒരു സന്ദർഭം പോലും ഉണ്ടായിട്ടില്ല എന്ന അതിശയോക്തിപരമായ അർത്ഥമാണ് ഈ പ്രയോഗത്തിലൂടെ ലഭിക്കുന്നത്. ഒരു കാര്യം എത്രമാത്രം ആവർത്തിച്ചു അല്ലെങ്കിൽ എത്ര തീവ്രമായി അനുഭവിച്ചു എന്ന് കാണിക്കാൻ ഇത്തരം നിഷേധ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ മരത്തോടും പൂക്കളോടുമുള്ള കഥാകൃത്തിൻ്റെ ഇഷ്ടവും അത് നോക്കി നിൽക്കുന്നതിലെ പതിവും ആഴത്തിലുള്ള ആസ്വാദനവുമാണ് ഈ പ്രയോഗം വ്യക്തമാക്കുന്നത്. കൂട്ടുകാരെ, നമ്മുടെ ഈ പാഠ വിശകലനവും പഠന പ്രവർത്തനവും ചെറിയ രീതിയിലാണെങ്കിലും പറയാൻ കഴിഞ്ഞു. കൂട്ടുകാർ ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ പാഠം നന്നായിട്ട് വായിക്കുക. നമ്മുടെ മാർച്ച് മാസത്തിലേക്ക് നമ്മുടെ പരീക്ഷയിലെ അതിനു മുമ്പ് സെക്കൻഡ് ടേം പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ പാഠം നന്നായിട്ട് വായിച്ചാൽ നമുക്ക് ഏത് ചോദ്യത്തിനും ഉത്തരം നൽകാൻ സാധിക്കും. അടുത്ത ഒരു പാഠത്തിലേക്ക് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.